ഇവിടെ ഇന്ന് രണ്ടാമത്തെ സിറ്റിങ്ങിൽ വന്നിട്ടുള്ള പേഷ്യൻ്റാണ്. മൂപ്പരുടെ പേര് അബ്ബാസ്, വയസ്സ് 17 വയസ്സ്. മൂപ്പരൊരു ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് അതിലൂടെ ഒരു കൈയിലെ ശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു. അവർ അതിനുശേഷം ഇവർ പാലക്കാട് തന്നെ 2-3 വലിയ ഹോസ്പിറ്റൽ കൊണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരുന്നു. എന്നിട്ട് ഒരു റിക്കവറി കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ഇവിടുത്തെ ആഡ് പരസ്യവും വേറെ ആരോ കണ്ട് മൂപ്പടുത്ത് പറഞ്ഞിട്ട് അപ്പോൾ അവർ ഇവിടെ അന്വേഷിക്കാൻ വരികയും ചെയ്തു. അപ്പോൾ ഞാനൊരു 2-3 ദിവസം ഒരു സമയം പറഞ്ഞു. നമുക്ക് മാക്സിമം 3 ദിവസം കൊണ്ട് ഞാൻ എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങൾ നോക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യാന്നുള്ളത് പറയാമെന്ന് ഞാൻ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ അവരിന്ന് രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് അവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം മൂപ്പരത്ത് ചോദിച്ച് മനസ്സിലാക്കും. പറഞ്ഞു ഇവിടെ നമുക്ക് ഇവിടെ നിങ്ങൾ വരുമ്പോഴുള്ള അവസ്ഥയും ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ലപോലെ എല്ലാം നല്ല വ്യത്യാസമുണ്ട്. അവന് ഫസ്റ്റൊക്കെ കൈ ഫുൾ പാരലൈസ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നത്. കൈ ഇളക്കാനേ പറ്റില്ല. കൈ ഫുള്ളായിട്ട് ഒന്നും മൂവ് ചെയ്യാനും പോലും പറ്റിയില്ല. ഞങ്ങൾ ആശുപത്രിയിലൊക്കെ പോയി നോക്കിയപ്പോൾ അവർ ഓപ്പറേഷൻ വേണം, ഇങ്ങനത്തെ വലിയ വലിയ ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുക്കണമെന്നൊക്കെ പറയേണ്ടിയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ വന്ന് ഇപ്പോൾ 2 ദിവസം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ മാറ്റമുണ്ട്. ഇനിയുള്ള ട്രീറ്റ്മെൻറ്റിൽ ഇത് പൂർണ്ണമായി മാറുന്നത് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. സർജറി ഇല്ലാതെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഞാനത് തന്നെയാണ് നിങ്ങൾക്ക് എടുത്ത ഉടനെ ഞാനത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് ഈ ചെറിയ പ്രായത്തിന് പോയി സർജറി ചെയ്ത് അതിന് ശേഷം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിലൂടെ. അപ്പോൾ നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഞാൻ സർജറിക്ക് പറഞ്ഞാൽ മതിയല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്ത് ഇപ്പോൾ 2ാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴും മൂപ്പർക്ക് ഏകദേശം കൈയിൻ്റെ ചലനം കാര്യങ്ങൾ കൈ പൊക്കാനുള്ള ഒരു അവസ്ഥ വന്ന് തുടങ്ങിയിട്ടുണ്ട്. 2ാമത്തെ ദിവസം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 2-3 ദിവസം കൂടി നോക്കാം. നോക്കിയിട്ട് അത് 99% നമുക്ക് ക്യൂർ ചെയ്യാം. ബാക്കിയുള്ളത് ചെറിയ രീതിയിലുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അത് നമുക്ക് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് മാറ്റാവുന്നു. അപ്പോൾ നിങ്ങൾക്ക് തൃപ്തിയല്ല ഇവിടെ ഉള്ള ട്രീറ്റ്മെൻറ്റിനെ പറ്റി നിങ്ങൾക്ക് നല്ല തൃപ്തിയല്ല? നല്ല തൃപ്തിയാണ്. ഓക്കെ ഓക്കെ ശരി.